പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ക്വിസായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പലർക്കും ഉത്തരം ഉണ്ടാവില്ല, അപ്പോൾ പലരും ഡിസപ്പോയിൻറ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ്റെ സെക്ഷനായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 2024 കറണ്ട് അഫയേഴ്സ് നമുക്ക് തുടങ്ങാം. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2023 മെയ് 28 സമർപ്പിച്ചത്. 2023 മെയ് 28. അപ്പോൾ 2023 മെയ് 28 പുതിയ പാർലമെൻറ്റ് മന്ദിരം മോദി ജനങ്ങൾക്കായി സമർപ്പിച്ചത്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ബിമൽ പട്ടേലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ബിമൽ പട്ടേൽ. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ദേശീയ പ്രാധാന്യമുള്ളൊരു സ്മാരകമാണ് തുംഗനാഥ്. അത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് തുംഗനാഥ്. അടുത്തത്, മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടത്തുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇപ്പോൾ മെയ്തി എന്ന് പറഞ്ഞ സമുദായത്തിന് ഒരു പട്ടികവർഗ പദവി നൽകണമെന്ന് പറഞ്ഞ് സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഓക്കെ. അടുത്തത്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ 75 രൂപ നാണയം പുറത്തിറക്കി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടെയാണ്? 75 രൂപ നാണയമാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. അടുത്തത്, 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റാണ് INS കിർപ്പാൻ. INS കിർപ്പാനാണ് 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ്. ഓക്കെ. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റാണ് INS കിർപ്പാൻ. അടുത്തത്, ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ഏത് സിനിമയാണ്? എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷമിട്ടത് കങ്കണ റണൗട്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റണൗത്താണ്. അടുത്തത്, ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക് പിസിനിയിലേക്ക് വിവർത്തനം ചെയ്തത്? അതായത് രണ്ടുപേർ ചേർന്ന്, ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഒരു തമിഴ് കൃതി എങ്ങോട്ട് മാറ്റി? പാപ്പുവ ന്യൂഗിനിയുടെ ഒരു ഭാഷയിലോട്ട് മാറ്റി. വേറൊരു രാജ്യത്തിൻ്റെ ഭാഷ, പാപ്പുവ ന്യൂഗിനി എന്ന് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ ഭാഷയായ ടൊക് പിസിനിയിലോട്ട് വിവർത്തനം ചെയ്തു. ഏത് കൃതിയാണ് അങ്ങനെ വിവർത്തനം ചെയ്തത്? തിരുക്കുറൾ എന്ന് പറഞ്ഞ കൃതിയാണ് വിവർത്തനം ചെയ്തത്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരമാണ് സൂററ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരമാണ് സൂററ്റ്. അടുത്തത്, ഇന്ത്യയുടെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവ സംരക്ഷണ കേന്ദ്രമുള്ള എവിടെയാണ്? ഏറ്റവും കൂടുതൽ കടുവ സംരക്ഷണ കേന്ദ്രമുള്ളത്, ഏറ്റവും കൂടുതൽ കടുവകളുടെ സംരക്ഷണ കേന്ദ്രം, അതായത് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് എവിടെയാണ്? കോർബറ്റ് ടൈഗർ റിസർവിലാണ് കേട്ടോ. കോർബറ്റ് ടൈഗർ റിസർവിലാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള കടുവ സങ്കേതം. അടുത്തത്, ഇന്ത്യയുടെ കടുവ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം
ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടുവകളുടെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് മധ്യപ്രദേശ് എന്ന് എഴുതണം. ആനകളുടെ സഞ്ചാരം അറിയിക്കുന്നതിനായി എലിഫൻറ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആനകളുടെ സഞ്ചാരം അറിയിക്കുന്നതിനായിട്ട് ആനകളുടെ സഞ്ചാരം അറിയിക്കുന്നതിനായി എലിഫൻറ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡാണ് കേട്ടോ. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫൻറ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ചതാണ് ജാർഖണ്ഡ് സംസ്ഥാനം. അടുത്തത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിതിൻ്റെ ക്ലാസ് ആയിട്ട് പോകും. നാളെ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് നാളെ നമ്മൾ ചോദിക്കും. അല്ലാതെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിപ്പിക്കാതെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം പറയാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിരാശ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് പഠിപ്പിച്ച ശേഷം അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. അടുത്തത് 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔദൂർ വെറ്റില. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റില ഏതാണ്? ഔദൂർ വെറ്റില. അതായത് ഭൗമസൂചിക പദവി ലഭിച്ചു എവിടെ നിന്നുള്ളതാണ്? തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. ഔദൂർ വെറ്റിലയാണ് കേട്ടോ. അടുത്തത് മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക. മക്കൾ വളർത്തി കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിത സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത. ഒരു അപൂർവ ഇനം കൈതച്ചക്കയാണ് മക്കൾ വളർത്തി എന്ന് പറഞ്ഞാൽ. അത് ആ ഒരു മക്കൾ വളർത്തിയതിനെ വളർത്തിയ വ്യക്തി, മക്കൾ വളർത്തി എന്ന് പറഞ്ഞ ഒരു കൈതച്ചക്ക ഉണ്ട്, അതിനെ വളർത്തിയ വ്യക്തിയാണ് പരപ്പിയമ്മ. അവർക്ക് പുരസ്കാരം ലഭിച്ചു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ. ഓക്കെ, ഓർത്ത് വെക്കുക. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ്. കേട്ടോ. വനിതാ ആനപ്പാപ്പാൻ ബെല്ലിയാണ് കേട്ടോ. വനിതാ പാപ്പാനാണ് ബെല്ലി. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ബെല്ലി. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ലേണിംഗ് ബുക്കാണ് ജിയോ ബുക്ക്. അടുത്തത് ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ദാൽ തടാകത്തിലാണ്. ദാൽ തടാകത്തിലാണ്. അടുത്തത് 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. അപ്പോൾ 14ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം മുംബൈയാണ്. അടുത്തത് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിൻ്റെ വേദി ഗുരുഗ്രാം. അതായത് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ്. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കറണ്ട് അഫയേഴ്സ് ആണ് എന്നറിയാമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദിയാണെന്ന് പറയാൻ കാര്യം ഒരു 10 വർഷത്തിൽ കൂടുതലായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണെങ്കിൽ അത് നരേന്ദ്രമോദി ആയിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എക്സാമിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കറണ്ട് അഫയേഴ്സ് ആണോ അല്ലേ എന്നുള്ളത്. പക്ഷേ ഒരു ക്ലൂ എന്നുള്ള നിലയ്ക്ക് ഒരു 2 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ചോദ്യം വരുന്നതെങ്കിൽ നരേന്ദ്രമോദി തന്നെ നിങ്ങൾക്ക് കർപ്പിക്കാം ഇതും കറണ്ട് അഫയേഴ്സ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അടുത്തത് ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്താണ്? ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരുടെയൊക്കെ പേരിലുള്ള പല സ്ഥാപനങ്ങളും പ്രൈം മിനിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലോട്ട് മാറ്റുന്ന രീതി ഒരു ട്രെൻഡ് കഴിഞ്ഞിടയ്ക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റുന്ന ഒരു ട്രെൻഡ്, ഒരു ചേഞ്ച് പേരുകൾക്ക് വരുത്തുന്ന ഒരു ട്രെൻഡ് കഴിഞ്ഞിടയ്ക്ക് കാണുന്നുണ്ട്. ആ ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണിതും കേട്ടോ. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം, നെഹ്റുവിൻ്റെ പേരിലുണ്ടായിരുന്ന മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ
അടുത്തത് വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ഏതാണ്? വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യ നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ്, സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെഹ്സാന, ഗുജറാത്താണ്. ഓക്കെ, അപ്പോൾ വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റാണ് മെഹ്സാന, ഗുജറാത്ത്. അടുത്തത് 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആരാണ്? ചേതന മാരു ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ വംശജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അച്ഛനോ ഇല്ലെങ്കിൽ അമ്മയോ ഇന്ത്യക്കാരനാണ് എന്നുള്ള അർത്ഥത്തിൽ, ഇല്ലെങ്കിൽ ഇന്ത്യക്കാരിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യൻ വംശജ എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു അച്ഛനോ അമ്മയോ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റാണ് ചേതന മാരു ആണ് കേട്ടോ. അപ്പോൾ ബുക്കർ പ്രൈസിൻ്റെ പട്ടികയിൽ ഇടം നേടിയ എന്ന എഴുത്തുകാരിയാണ് ചേതന മാരു. ഓക്കെ, അടുത്തത് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? ഭാരത് എൻക്യാപ്പ് പ്രകാരമാണ് കേട്ടോ, ഭാരത് എൻക്യാപ്പ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ എൻക്യാപ്പ് എന്നുള്ളൊരു രീതിയിൽ നമ്മളിപ്പോൾ റേറ്റിംഗ് ഒക്കെ കണ്ടുവരാറല്ലേ. കഴിഞ്ഞ ദിവസം മാരുതിക്ക് ആദ്യമായിട്ടൊരു ഗ്ലോബൽ എൻക്യാപ്പ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് ഡിസയർ എന്ന് പറഞ്ഞ വണ്ടിക്കാണ് അല്ലേ. ഡിസയർ എന്ന് പറഞ്ഞ 2024 ഡിസയർ. എന്തിനാണ് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്? 5ലാണ് മാർക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എന്തിനാണ് മാർക്ക്? ബോഡിക്ക് എത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലേ. ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പോൾ ബോഡി പ്രൊട്ടക്റ്റഡ് ആണോ, കാറിൻ്റെ ബോഡി ചളുങ്ങി പോകാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. ഔട്ട് ഓഫ് 5ലാണ് റേറ്റിംഗ് നമ്മൾ ഗ്ലോബൽ എൻക്യാപ്പ് കൊടുക്കുന്നത്. ഇത് ഭാരത് എൻക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഭാരത് എൻക്യാപ്പ് എന്ന് പറഞ്ഞാൽ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന പദ്ധതിയാണ് ഭാരത് എൻക്യാപ്പ്. NCAP അല്ല കേട്ടോ, എൻക്യാപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാടാണ്. അടുത്തത് രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി. രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയാണ് കേട്ടോ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയാണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ്. സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം, നമുക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് കേരളത്തിൽ, പക്ഷേ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം മോശമാണെന്നല്ല, നമ്മുടെ എല്ലാ അർത്ഥത്തിലും കേരളം പണ്ട് തൊട്ടേ ഒരു ഡെവലപ്ഡ് കൺട്രി ഒരു സ്റ്റേജിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്. തമിഴ്നാടാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളിൽ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം എവിടെയാണ് സ്ഥാപിക്കുന്നത്? കുലശേഖര പട്ടണത്താണ് പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണത്താണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലക്നൗ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൗവിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൗവിലാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? മെമ്മറീസ് നെവർ ഡൈ APJയുടെ ആണ് കേട്ടോ. APJയുടെയാണ് മെമ്മറീസ് നെവർ ഡൈ. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? APJയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ APJനെ കുറിച്ചാണ് മെമ്മറീസ് നെവർ ഡൈ എന്ന് പറഞ്ഞ പുസ്തകം. എഴുതിയത് ആരാണെന്നൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ കേട്ടോ. ടാൻസാനിയയിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയാണ് മന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ്റെ കേട്ടോ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ ടാൻസാനിയയിൽ അനാച്ഛാദനം ചെയ്തു. അടുത്തത് 2023 ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. അപ്പോൾ സച്ചിനാണ് 2023 നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് കേട്ടോ. സച്ചിൻ തെണ്ടുൽക്കറാണ് നാഷണൽ ഐക്കൺ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ഏതാണ്? ദ വാക്സിൻ വാർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ. സംവിധാനം വിവേക് അഗ്നിഹോത്രിയാണ് കേട്ടോ. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ദ വാക്സിൻ വാർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ കേട്ടോ. ആദ്യ ബയോസയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ. ഓക്കെ, അപ്പോൾ
അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് ലഡാക്കിലാണ് കേട്ടോ. ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് ലഡാക്ക്. ഏറ്റവും ഉയരത്തിലുള്ള യോഗ്യമായ റോഡാണ് ലഡാക്കിൽ. ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് ലഡാക്കിലാണ് കേട്ടോ. റിപ്പീറ്റായിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. പിന്നെ കാണാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡ് ക്ലാസ് കാണാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴത്തേക്ക് 8 തവണ വായിക്കുന്നതിന് തുല്യം, 6 തവണ 8 തവണയൊക്കെ വായിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഓഗസ്റ്റ് 23. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. 8 വരി ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം തൊട്ട് മാനമധുര വരെ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം ടു മാനമധുര. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി രാമേശ്വരം മാനമധുര. ഓക്കെ, ഹരിത ഇടനാഴി എവിടെയാണ്? രാമേശ്വരം മാനമധുര. ഇന്ത്യൻ ഭരണഘടനയിൽ 8ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കോയി ഭാഷ. ഇന്ത്യൻ ഭരണഘടനയിൽ 8ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താനായിട്ട് ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ ഒരു അംഗീകാരം നൽകി. അത് ഏത് ഭാഷയാണ്? കോയി ഭാഷയാണ് കേട്ടോ. ഒഡീഷ ഗവൺമെൻറ് അംഗീകാരം നൽകിയ ഒരു ഭാഷയാണ് കോയി ഭാഷ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എവിടെയാണ്? തെലുങ്കാന. അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് തെലുങ്കാന. അടുത്തത് 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പതേർ പാഞ്ചാലി കേട്ടോ. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി. 2023 G20 ഉദ്ഘാടനം പതേർ പാഞ്ചാലി കേട്ടോ. പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇപ്പോൾ ഹിന്ദിയിൽ മധ്യപ്രദേശിന് ശേഷം രണ്ടാമതായിട്ട് MBBS പഠനം ആരംഭിക്കുന്നത് ഉത്തരാഖണ്ഡ്. ഹിന്ദിയിൽ MBBS ഏതാണ്? ഉത്തരാഖണ്ഡ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡാണ് ഹിന്ദിയിൽ MBBS. അടുത്തത് വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. അപ്പോൾ വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. അടുത്തത് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂറാണ്. 108ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂറാണ്. അടുത്ത 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ് കിട്ടിയത് കേട്ടോ. 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നരേന്ദ്രമോദി. അടുത്തത് വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച നോൺ AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ AC എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഫുള്ളി AC ആണ് വന്ദേ ഭാരത്. അപ്പോൾ അതിൻ്റെ തന്നെ നോൺ AC ആയിട്ട് പാവപ്പെട്ടവർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്ദേ സാധാരൺ എന്ന് പറഞ്ഞ എക്സ്പ്രസ് ആണ് കേട്ടോ. വന്ദേ സാധാരൺ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വന്ദേ സാധാരൺ. ഓക്കെ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വന്ദേ സാധാരൺ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? വിന്ധ്യഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. ഓക്കെ, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. അടുത്തത് അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഒരു ഉദ്ഗം പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ ആരംഭിച്ചത് RBI ആണ് കേട്ടോ. അവകാശികളില്ലാതെ ബാങ്കിൽ കിടക്കുന്ന പൈസകൾ കുറിച്ചുള്ള ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചതാരാണ്? RBI ആണ് കേട്ടോ. അപ്പോൾ ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചത് RBI ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളാണ് നിർമ്മല സീതാരാമന് 32ാം റാങ്ക്, റോഷ്നി നാടാർ മൽഹോത്ര HCL കോർപ്പറേഷൻ CEO. ഈ രണ്ടുപേരാണ് കേട്ടോ. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളാണ് നിർമ്മല സീതാരാമൻ 32ാം റാങ്ക്, പിന്നെ റോഷ്നി നാടാർ മൽഹോത്ര HCL കോർപ്പറേഷൻ CEO. ഓക്കെ, പിന്നെ വേറെ ആരാ ഉള്ളത്? സോമ മുണ്ടാലുണ്ട്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിലിൻ്റെ ചെയർപേഴ്സൺ. പിന്നെ കിരൺ മജുംദാർ ഷാ ബയോകോണിൻ്റെ സ്ഥാപക. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ്, ഈ 4 പേരാണ് അതിനകത്തുള്ളത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 32ാം റാങ്ക്, റോഷ്നി നാടാർ മൽഹോത്ര HCL കോർപ്പറേഷൻ CEO, സോമ മുണ്ടാൽ സെയിലിൻ്റെ ചെയർപേഴ്സൺ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ, പിന്നെ കിരൺ മജുംദാർ ഷാ ബയോകോൺ എന്ന് പറഞ്ഞ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്ഥാപക. ഓക്കെ, ഇത്രയും പേരാണ് ഫോബ്സ് മാഗസിൻ്റെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടി. പിന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻറ്റ് ഉർസുല വോൺ ഡെർ ലയൻ ആണ് 1ാം റാങ്ക്.
യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൾഡൻ ലെയൻ ആണ് 1-ാം റാങ്ക് വരുന്നത്. അടുത്തത് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയപാത പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയത് 118 അടിയിലാണ് കേട്ടോ. ഏറ്റവും ഉയരത്തിലുള്ള ദേശീയപാതയാണ്, ഉയരം കൂടിയ ദേശീയപാതയാണ്. പഞ്ചാബിലാണ് അഡാരി വാഗ അതിർത്തിയിൽ 418 അടി ഉയരമാണ് കേട്ടോ. പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ 418 അടി ഉയരമുള്ള ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള ദേശീയപാത. അപ്പോൾ പഞ്ചാബിലെ അഡാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയ 418 അടി ഉയരമുള്ളതാണ് ഏറ്റവും ഉയരത്തിലുള്ള ദേശീയപാത. ഓർത്ത് വെക്കുക. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായിട്ട് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ചക്ര 2, രാജ്യവ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. ഓക്കെ, അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ നടപ്പിലാക്കിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? കൊൽക്കത്ത കേട്ടോ. തുടർച്ചയായിട്ട് 3-ാം തവണയാണ് ലഭിച്ചത് കേട്ടോ. സുരക്ഷിത നഗരം കൊൽക്കത്തയാണ്. ഏറ്റവും സുരക്ഷിത നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിൽ കേട്ടോ. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം എന്നുള്ള പദവി 3-ാം തവണ ലഭിച്ചത് കൊൽക്കത്തയ്ക്കാണ്. അടുത്തത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകളാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത്? യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയ 21 ദ്വീപുകൾക്കാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകി. ഓക്കെ, അപ്പോൾ അടുത്തത് ഭാരതത്തിലെ ഏതു സേനയുടെ പതാകയാണ് 2023 പുതുക്കിയത്? അതായത് 2023 വ്യോമസേനയുടെ പതാക പുതുക്കി. ഭാരതത്തിൽ വ്യോമസേനയുടെ പതാകയാണ് 2023 പുതുക്കുകയുണ്ടായത്. ഓക്കെ, വ്യോമസേനയുടെ പതാക 2023 പുതുക്കി. അടുത്തത് G20 കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് ഏതുവരെയാണ്? G20യുടെ അധ്യക്ഷ പദവി എത്ര നാളത്തേക്കാണ് ഭാരതം വഹിച്ചത്? 2023 നവംബർ 30 വരെയാണ് കേട്ടോ. 2023 നവംബർ 30. G20ക്ക് ഒരു സ്ഥിര അധ്യക്ഷ രാജ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ത്യ എന്ന് വരെയായിരുന്നു 2023 നവംബർ 30 വരെയാണ് കേട്ടോ ഭാരതം വഹിച്ചത്. ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. നവംബർ 30 പിറ്റേ ദിവസം ഇതാണ് ഡിസംബർ 1. ഓക്കെ, 2023 ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. അപ്പോൾ എന്തോ ഉദ്ദേശിക്കുന്നത്? 2023 നവംബർ 30 വരെ, ഒരു വർഷമായിട്ട് നടക്കുവാണ്. തീർന്നതെന്നാണ് 2023 നവംബർ 30. അത് ഇന്ത്യയുടെ തീർന്നു. പിന്നെ ഡിസംബർ 1 തൊട്ട് ആരുടെയാണ്? നമ്മുടെ ബ്രസീലാണ് ഏറ്റെടുത്തത്. ഓക്കെ, പിന്നെ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യനാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം, തൂത്തുക്കുടി കേട്ടോ. തൂത്തുക്കുടി. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് പോർട്ട് നിർമ്മിക്കുന്നത് കുലശേഖരപട്ടണം, തൂത്തുക്കുടി. അടുത്തത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിൻ്റെ പേരെന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയമമാണ് കേട്ടോ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിൻ്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ഓക്കെ, അപ്പോൾ ലോക്സഭകളിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായിട്ട് 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ഓക്കെ, നാരി ശക്തി വന്ദൻ അധിനിയമമാണ് 33% സീറ്റുകൾ. അത് രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് ഡൽഹി. ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് ഡൽഹിയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷൻ്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറങ്ങി. പേര് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്, തകർന്ന ഗ്ലാസ്സിലൂടെ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത് കേട്ടോ. തകർന്ന ഗ്ലാസ്സിലൂടെ, ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ആരുടെയാണ്? TN ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആണ് TN ശേഷൻ്റെ ആത്മകഥ. TN ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. ഭരണഘടനയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ക്യുസാറ്റ് ആണ് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതാണ് ക്യുസാറ്റിൻ്റെ ഫുൾ ഫോം കേട്ടോ. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, ക്യുസാറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അടുത്തത് 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ് കേട്ടോ. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. അടുത്തത് അപ്പോൾ എന്തായിരുന്നു പറഞ്ഞാൽ 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. അടുത്തത് കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസം എന്ന് പറഞ്ഞ പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മന്ദഹാസം എന്ന് പറഞ്ഞ പദ്ധതി പുന്നകൈ എന്ന പേരിൽ തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ മന്ദഹാസം പുന്നകയായി തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നു.
അന്തഃവാസം പുന്നകയായി തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നു. ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ് 13ാമത് കേട്ടോ. ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ 13ാം റാങ്ക് കിട്ടിയത് കേരളമാണ്. ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ 13ാം റാങ്കാണ് കേട്ടോ കേരളത്തിന്. അടുത്തത് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ. അപ്പോൾ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ്? പി ടി ഉഷയാണ് കേട്ടോ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ. അടുത്ത 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കോഴിക്കോട്. 61ാം സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ആർക്കാണ്? കോഴിക്കോടാണ് കേട്ടോ. 61ാം സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കോഴിക്കോട്. അപ്പം അടുത്തത് താഴെ പറയുന്ന സൂചകങ്ങൾ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തി. അപ്പോൾ ഉത്തരം ഇതാണ്. സാറ അബൂബക്കറാണ് കേട്ടോ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയായിട്ടുള്ള സാറ അബൂബക്കറിനെ കുറിച്ചുള്ള പോയിൻറ്റ്സാണ്. ഇതൊക്കെ അതേപടി വേണമെങ്കിൽ ചോദിക്കാം പി എസ് സി കേട്ടോ. കാര്യം പി എസ് സി ബുള്ളറ്റിൽ നിന്ന് അതേപടി കോപ്പി പേസ്റ്റാണ് എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്നും എഴുത്തുകാരിയെ തിരിച്ചറിയുക. ഓക്കെ, ഇത് പി എസ് സി ബുള്ളറ്റിനാണ് ഈ ഒരു PDF കേട്ടോ. അപ്പം താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ് സാറ അബൂബക്കർ. കന്നഡ നോവലിസ്റ്റാണ്. വിവർത്തക, അതായത് വേറൊരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലോട്ട് കാര്യങ്ങൾ എഴുത്തും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ആൾ, വിവർത്തക. ചെറുകഥാകൃത്ത് ആണ്. പിന്നെ ചന്ദ്രഗിരിയ തീരാദല്ലി ആണ് ആദ്യ നോവൽ. ആദ്യ നോവലിൻ്റെ പേരാണ് കേട്ടോ, മലയാളം നോവലൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പേരൊക്കെ വരും. ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ നിന്നാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. ചന്ദ്രഗിരിയ തീരാദല്ലി ആണ് ആദ്യ നോവൽ. അടുത്തത് ഐഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. ഐഷാറ മദല്ലി എന്ന് പറഞ്ഞ യാത്രാ വിവരണം. ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. ഇതൊന്നും ഓർത്ത് വെക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. ഐഷാറ മദല്ലി അങ്ങനെ ഓർത്ത് വെക്കണം. കേട്ടിരിക്കുക. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ, കിട്ടുവാണെങ്കിൽ, എന്തെങ്കിലും പരിചയം പുതുക്കുവാണെങ്കിൽ ടിക്ക് ചെയ്യുക ഉത്തരം. ഇത്രയേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അടുത്തത് മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ വിവിധ കൃതികൾ മലയാളത്തിൽ നിന്ന് കന്നഡയിലോട്ട് വിവർത്തനം ചെയ്തു. ഇത് ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. മാധവിക്കുട്ടിയുടെ മനോമി എന്ന് പറഞ്ഞ കൃതിയും PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇതെല്ലാം കന്നഡയിലോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചോദിക്കാം. മനോമി എന്ന് പറഞ്ഞ കൃതി ആരുടെയാണ്? മാധവിക്കുട്ടിയുടെയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ ആരുടെയാണ്? PK ബാലകൃഷ്ണൻ്റെ. ഇതെല്ലാം സാറ അബൂബക്കറാണ് കന്നഡയിലോട്ട് മൊഴി മാറ്റിയത് കേട്ടോ. അപ്പോൾ അടുത്തത് 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത്. 2021-22 മികച്ച ജില്ല കൊല്ലം. സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തിനാണ് സ്വരാജ് ട്രോഫി കൊടുക്കുന്നത്? സ്വരാജ് ട്രോഫി കൊടുക്കുന്നത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത്, പിന്നെ അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ഇതിനാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മികച്ച കോർപ്പറേഷനും കൊടുക്കും. അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, PRI എന്ന് പറയും അല്ലേ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കൊടുക്കുന്നതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. 2021-22 സ്വരാജ് ട്രോഫി ആർക്കാണ്? ഏത് ജില്ലയ്ക്കാണ്? കൊല്ലം ജില്ല. ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഓക്കെ, ഇതൊന്ന് എഴുതി വെച്ചേക്ക്. എഴുതി വെച്ചിട്ട് പഠിക്കുക. ഇത് ഒരു വട്ടം കേട്ടാൽ പഠിക്കുന്ന സാധനമല്ല, ഇത് എഴുതി വെച്ച് പഠിക്കുക. 2021-22 ജില്ല കൊല്ലമാണ്. കോർപ്പറേഷൻ തൊട്ടപ്പുറത്തുള്ള തിരുവനന്തപുരം. ഓക്കെ, കൊല്ലത്തിൻ്റെ അപ്പുറത്തുള്ള തിരുവനന്തപുരം. ജില്ല കൊല്ലം, കോർപ്പറേഷൻ തിരുവനന്തപുരം. ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് കേട്ടോ. പെരുമ്പടപ്പാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ മുനിസിപ്പാലിറ്റി ഏതാണ്? തിരൂരങ്ങാടി. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. ഓക്കെ, മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. മുളന്തുരുത്തിയാണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനായിട്ട് 2021-22 വേണമെങ്കിൽ ഒരു കോഡ് ഇട്ട് തരാം. മികച്ച ജില്ല കിട്ടിയത് കൊല്ലമാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. എന്ത് കൊടുത്തു? കോർപ്പറേഷൻ കൊടുത്തു. മികച്ച ജില്ല കിട്ടിയത് കൊല്ലം, തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തിന് എന്ത് കൊടുത്തു? കോർപ്പറേഷൻ കൊടുത്തു. അപ്പോൾ പിന്നെന്താണ്? മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മുനിസിപ്പാലിറ്റിക്ക് കോഡ് ഇട്ട് തരാം. ബ്ലോക്ക് പഞ്ചായത്തിന് കോഡൊന്നും കിട്ടുന്നില്ല നോക്കിയിട്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് എന്താണ്? തിരൂരങ്ങാടി. ഈ തിരൂരങ്ങാടി എന്ന് പറയുമ്പോഴത്തേക്ക് ചന്തയല്ലേ. അപ്പോൾ ചന്തയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മികച്ച മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിൽ അതിന് കൊടുക്കാം. പിന്നെ മികച്ച ഗ്രാമപഞ്ചായത്ത്. ഗ്രാമത്തിലാണല്ലോ ഈ മൂളയൊക്കെ വളരുന്നത്. അപ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്ത്, കൂടുതലും ഗ്രാമങ്ങളിലാണ് മൂളകൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മുളന്തുരുത്തി. ഓക്കെ, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടൗൺ ആണ് വരുന്നത്. തിരൂരങ്ങാടി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു അങ്ങാടി സെറ്റപ്പാണ്. അപ്പോൾ മികച്ച മുനിസിപ്പാലിറ്റിക്ക് തിരൂരങ്ങാടി. ഒരു ചന്ത പോലെ സെറ്റപ്പ്. ചന്ത പോലെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും
കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കുന്നൊരു രീതിയിൽ. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്. ഓക്കെ, മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ് പെരുമ്പടപ്പ്. ഓക്കെ. പിന്നെ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും ടോപ്പ് ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും ഡെവലപ്ഡ് സംസ്ഥാനം കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളമാണ് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളം ഏറ്റവും ഡെവലപ്ഡ് സംസ്ഥാനമാണെന്ന് അറിയാനായിട്ട് കേരളത്തിലെ വീടുകൾ മാത്രം നോക്കിയാൽ മതി. കേരളത്തിലുള്ള പോലത്തെ വീടുകൾ, ഇത്രയും വലിയ വീടുകൾ, അതേപോലെ വാഹനങ്ങൾ, സ്വന്തമായിട്ട് വാഹനങ്ങൾ, ഇതൊന്നും വേറെ ഒരു സംസ്ഥാനത്തിനും ഇല്ല. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ വാഹനങ്ങളെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടുത്തെയൊക്കെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിലൊക്കെ കൂടുതലും കാണുന്നത് പഴയ സ്പ്ലെൻഡറും അതുപോലെ പഴയ CT100 പോലെയുള്ള വാഹനങ്ങൾ, ശരിക്കും പഴയ വാഹനങ്ങൾ. അതിനെ കുറ്റം പറഞ്ഞതല്ല, അവരുടെ എത്രയും ഡെവലപ്പിംഗ് മാത്രമേ അവർക്കുള്ളൂ. അവർ പദ്ധതികളൊക്കെ നടത്തി വരുന്നത് അവർക്ക് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്രയും വീടുകളും മറ്റുമെല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ വീടുകൾ. ലോകത്ത് ഒരിടത്തും ഇല്ല ഇത്രയും വലിയ വീടുകൾ വെക്കുന്നൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഡെവലപ്ഡ് ആണ്, നമ്മൾ ആ രീതിയിൽ തന്നെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. ഓൾറെഡി നമ്മൾ ഡെവലപ്ഡ് ആണ്. ഇപ്പോഴും നമുക്ക് ആർക്കും ആഹാരത്തിനൊന്നും കുറവും കാര്യങ്ങളും, ആഹാരത്തിനും മരുന്നിനുള്ള പൈസ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലോട്ട് മാത്രം ഒന്ന് കയറി പറ്റുക. കുറച്ച് ടൈം എടുത്താലും വേണ്ടില്ല, കയറി പറ്റുക. ഓക്കെ, ടൈം നിങ്ങൾ നോക്കണ്ട, ടൈം എന്തായാലും എടുക്കും. PSC എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് കാര്യമാണ്, ടൈം എടുക്കും. പ്രൈവറ്റ് ജോലി കിട്ടുന്ന പോലെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. ആ ഒരു മൈൻഡാണ് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്തത്, അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം കേട്ടോ. അപ്പം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും. ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഫോട്ടോ നോക്കി, ഇത് കറുപ്പ് നിറമുണ്ട്. നിങ്ങൾ ആ ഒരു ഫോട്ടോ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ശ്രീകുമാരൻ തമ്പി നിങ്ങൾക്ക് അറിയായിരിക്കും. കറുപ്പുണ്ട്, മുടിയുടെ കൂടെ വെളുപ്പുണ്ട്, കുറേ മായാവർണ്ണങ്ങൾ, പല ടൈപ്പിലെ വർണ്ണങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങൾ. ശ്രീകുമാരൻ തമ്പിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഓർത്ത് വെക്കാൻ പറ്റും പരീക്ഷ. കറുപ്പ് കളറുണ്ട് മുടിക്ക്, വെളുപ്പ് കളറുണ്ട് മുടിക്ക്, കുറേ വേറെ മായാവർണ്ണങ്ങളുണ്ട്. ആരാ എഴുതിയത്? ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കോഡിട്ട് ഓർത്ത് വെക്കാം. അടുത്തത്, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ് കേട്ടോ. MB രാജേഷ് നേരത്തെ സ്പീക്കറായിട്ടൊക്കെ ഇരുന്ന MB രാജേഷാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഈ നമ്മുടെ MB രാജേഷ് കമ്പോളത്തിൽ ചെന്നിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തോട്ട് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയം എല്ലാം മാറി നല്ലൊരു സ്പീക്കറായിട്ട് മാറിയെന്നൊക്കെ അങ്ങനെ വല്ലതും ക്ലൂട്ട് പിടിച്ചാൽ മതി. അപ്പോൾ പരാജയപ്പെട്ടൊരു കമ്പോള ദൈവമായിരുന്നു അദ്ദേഹമായിട്ട് തിരിച്ച് ദൈവത്തിൻ്റെ സ്ഥാനം രാജിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് സ്പീക്കർ സ്ഥാനത്തിരുന്ന് അദ്ദേഹം നല്ലൊരു സ്പീക്കറായിട്ട് മാറിയെന്നൊക്കെ ക്ലൂട്ട് ഓർത്താണ് MB രാജേഷ് കേട്ടോ. പരാജയപ്പെട്ട കമ്പോള ദൈവം MB രാജേഷ്. അടുത്തത്, 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയാക്കിയത്. 2023 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം അല്ലേ? 1923 വന്നപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്താണ്? 1923 വന്ന വൈക്കം സത്യാഗ്രഹത്തിന് 2023 എത്ര വയസ്സായിട്ടുണ്ടാവും? 100 വർഷമായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. അതിന് നമ്മൾ ഇനി ഡീറ്റെയിൽ ഒന്നും നോക്കണമെന്നില്ല. അത് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K വിനോദചന്ദ്രനാണ് കേട്ടോ. K വിനോദചന്ദ്രനാണ് പാട്ന. ഓക്കെ, പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? K വിനോദചന്ദ്രനാണ് കേട്ടോ. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് K വിനോദചന്ദ്രൻ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സങ്കേതമാണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോകാം. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചു. നായികയുടെ പേരാണ് PK റോസി. മലയാള സിനിമയിലെ നായികയായ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചു. നായികയുടെ പേരെന്താണ്? PK റോസി. ഓക്കെ, ഗൂഗിൾ ഡൂഡിൽ എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിളിനൊരിടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. ഗൂഗിൾ എന്ന് എഴുതുന്നത് പല രീതിയിൽ തെളിഞ്ഞു വരുന്ന രീതിയിലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതാണ് ഗൂഗിൾ ഡൂഡിൽ എന്ന് പറയുന്നത് കേട്ടോ. പല കാർട്ടൂണും കാര്യങ്ങളും ഗൂഗിൾ എന്ന് എഴുതുന്ന സ്ഥലത്ത് വരുമായിരുന്നു. അതാണ് ഗൂഗിൾ ഡൂഡിൽ. അത് നമ്മുടെ PK റോസിയുടെ ജന്മദിനം അതിനകത്ത് ആഘോഷിക്കപ്പെട്ടു. അതാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ നായികയായിരുന്നു അവർ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ് അല്ലേ? 2023 ഏപ്രിൽ 25 കേട്ടോ. ഏപ്രിൽ 25 കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആദ്യ വന്ദേ ഭാരത് എവിടെയാണ്? അപ്പോൾ എന്തായാലും 2023 നടന്നു അല്ലേ? ഇലക്ഷനും കാര്യങ്ങളൊക്കെ
വന്നൊരു ടൈമാണല്ലേ 2024 ഇലക്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ ജില്ലകളും കവറായി പോകണം അല്ലേ, എല്ലാ ജില്ലകളും കവറായി പോകേണ്ടതുകൊണ്ട് തന്നെ എന്താണ്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു വികസനം എല്ലാ ജില്ലകളിലോട്ടും ചെല്ലണമെന്നായിരിക്കും ഏതൊരു പാർട്ടിയും ആലോചിക്കുന്നത് അല്ലേ. ഇപ്പോൾ BJP ഗവൺമെൻറ് ആണെങ്കിലും ആലോചിക്കുന്നത് വന്ദേ ഭാരത് ആദ്യം വരണമെങ്കിൽ എല്ലാ ജില്ലകളും കവേർഡാണ്. അപ്പോൾ എല്ലാ ജില്ലകളും അതിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയണമെന്നുള്ള ലോജിക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടായിരുന്നു ആദ്യ റൂട്ട് കേട്ടോ. അപ്പോൾ 2023 ഏപ്രിൽ 25 ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നതിന് മുമ്പേ ഉള്ള ഒരു വർഷമായിരുന്നു അല്ലേ. അടുത്തത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പുതിയ ലോഗോയാണ് കുതിച്ച് ചാടുന്ന ചീറ്റ. കുതിച്ച് ചാടുന്ന ചീറ്റയാണ് വന്ദേ ഭാരതിൻ്റെ പുതിയ ലോഗോ. അത് നമുക്ക് ക്ലൂ ഇട്ട് പഠിക്കാം. അതായത് ഈ ചീറ്റ എന്ന് നമ്മുടെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡുള്ള ട്രെയിനല്ലേ. അപ്പോൾ അതിൻ്റെ ചിഹ്നം വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡുള്ള മൃഗത്തിൻ്റെ തന്നെ ചിഹ്നം വേണ്ടേ. അപ്പോൾ ഏറ്റവും സ്പീഡുള്ള ട്രെയിനിന് ഏറ്റവും സ്പീഡുള്ള മൃഗം ഏതാണ്? ചീറ്റ. അപ്പോൾ ചീറ്റ ചുമ്മാ പതിയെ നടന്നാൽ മതിയോ? വന്ദേ ഭാരത് ആകുമ്പോഴത്തേക്ക് പോരാ, കുതിച്ച് ചാടണം അല്ലേ. അപ്പോൾ കുതിച്ച് ചാടുന്ന ചീറ്റ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലൂ ഇട്ട് പഠിക്കാം. അടുത്തത് 22 പേരുടെ ഇടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് VK മോഹൻ കമ്മീഷനാണ്. ഓക്കെ, അടുത്തത് നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തിലെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? കേരളമാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ വാർഷിക ആരോഗ്യ സൂചനയിൽ ഒന്നാമത്തേത് കേരളമാണ്. അടുത്തത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? പൊന്മുടിയിൽ വെച്ച് കേട്ടോ. മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, എവിടെ വെച്ചാണ്? പൊന്മുടിയിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ മൗണ്ടനിൽ വെച്ച് നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച് പോവുകയാണെങ്കിൽ, മൗണ്ടനിൽ വെച്ച് ബൈക്കൊക്കെ ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഈ സൂര്യൻ്റെ വെട്ടമൊക്കെ അടിച്ചിട്ട് പൊന്മുടിയായിട്ട് മാറും. ഓക്കെ, അത് പൊന്ന് നിറത്തിലുള്ള മുടിയാണ് സൂര്യൻ്റെ വെട്ടമൊക്കെ അടിച്ചിട്ട്. അങ്ങനെ ഓർത്താൽ മതി. മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അല്ലേ. മൗണ്ടനിൽ കൂടെ ബൈക്കിലെങ്കിൽ സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്ക് സൂര്യൻ്റെ പ്രകാശം അടിച്ചിട്ട് മുടിയൊക്കെ പൊന്ന് നിറത്തിലാകും, പൊന്നിൻ്റെ നിറം. അപ്പോൾ പൊന്മുടി. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ. അടുത്ത രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മാരകമായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് കേട്ടോ? ചെറുവൈക്കലാണ് കേട്ടോ. ചെറുവൈക്കലാണ് രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ചെറുവൈക്കലാണ് കേട്ടോ. ചെറുവൈക്കൽ. ഓക്കെ, ചെറുവൈക്കലാണ് രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത്. അടുത്തത് ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം ഏതായിരിക്കും? കേരളം. ഡിജിറ്റൽ സാക്ഷരത അല്ലെങ്കിൽ ഡിജിറ്റൽ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ കേരളം തന്നെ ആയിരിക്കും എപ്പോഴും ഒന്നാമത് കേട്ടോ. ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. അടുത്തത് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ്? അനന്യ മലയാളമാണ് കേട്ടോ. അനന്യ മലയാളമാണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഓക്കെ, അതൊന്നും ക്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. 2023 ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻ അവാർഡ്സ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഈ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സ്ഥാപനം തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഒരു പേര് ഓർത്ത് വെക്കുക. പാലോടുള്ള ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, തിരുവനന്തപുരത്ത്. ഒന്ന് ഓർത്ത് വെക്കുക. അത് ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയതാണ് കേട്ടോ. അടുത്തത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച ക്ഷേത്രം? ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ. ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ റോബോട്ട് ആനയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിന്നാടാൻ പറ്റത്തില്ല, ഇരുന്നാടാനേ പറ്റത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. റോബോട്ട് ആനയ്ക്ക് എപ്പോഴും നിന്നാടാൻ പറ്റില്ല, ഇരുന്നാടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എന്ത് ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ചത്. അപ്പോൾ സാധാരണ ആനയ്ക്ക് നിന്നാടാൻ പറ്റും, പക്ഷേ റോബോട്ട് ആനയ്ക്ക് ഇരുന്നേ ആടാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ല ഓർത്താൽ മതി. അപ്പോൾ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് റോബോട്ട് ആനയെ ഉപയോഗിച്ചത്. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, നല്ല രസമാണ് ആനയുടെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ G20 ഉച്ചകോടിയുടെ ഭാഗമായി ഷെർപ്പ സമ്മേളനത്തിൽ വേദിയായ കേരളത്തിലെ സ്ഥലം? G20യുടെ ഭാഗമായിട്ടുള്ളൊരു സമ്മേളനം, ഷെർപ്പ സമ്മേളനം എവിടെയാണ്? കുമരകത്ത് വെച്ചായിരുന്നു കേട്ടോ. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഷെർപ്പ സമ്മേളനം
കുമരകത്ത് വെച്ച്. ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു കേട്ടോ. ഇന്ത്യൻ ഷെർപ്പ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളത് അമിതാഭ് കാന്ത് ആയിരുന്നു ഇന്ത്യൻ ഷെർപ്പയായിട്ട് നിന്നിരുന്നത്. പ്രീവിയസ് ആണ്, ഓർത്ത് വെക്കുക. അടുത്തത് 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ്. ഇതാണ് 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരമാണ് കേട്ടോ. അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് എം ഷാജറാണ് കേട്ടോ. എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷനാണ് എം ഷാജർ. അപ്പോൾ യുവജന കമ്മീഷനല്ലേ, നമ്മൾ പ്രായമായവരാണെങ്കിൽ എപ്പോഴും ഹാജരായിരിക്കത്തില്ല, പക്ഷേ യുവജന കമ്മീഷനാണെങ്കിൽ എപ്പോഴും ഹാജരായിരിക്കും എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ. ഹാജരായിരിക്കും. യുവജന കമ്മീഷനാണെങ്കിൽ എപ്പോഴും ഹാജരായിരിക്കും. പ്രായമുള്ളവരുടെ കമ്മീഷനാണെങ്കിൽ ഹാജരാകത്തില്ലെന്ന് വല്ല ഓർത്താൽ മതി. ഇപ്പോൾ യുവജന കമ്മീഷൻ എപ്പോഴും ഹാജർ, എം ഷാജർ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. യുവജന കമ്മീഷൻ. അടുത്ത രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളമാണ് കേട്ടോ. ജല ബഡ്ജറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. പ്രീവിയസ് ആണ് കേട്ടോ. ഈ ഒരു PDF എന്ന് PSC കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ PDF തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് കേരളത്തിലുള്ളവരെല്ലാം നല്ല രീതിയിൽ തണ്ണി അടിച്ച് അല്ലെങ്കിൽ ജലം അടിച്ച് കള്ളു കുടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കാറുണ്ടല്ലോ. ബോധമില്ലാതെ അങ്ങോട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു ജല ബഡ്ജറ്റ് അപ്പോൾ ആവശ്യമാണ് അല്ലേ. ജലം കുടിക്കാനായിട്ടൊരു ബഡ്ജറ്റ് ആവശ്യമാണ് കേരളത്തിലുള്ളവർക്ക്. കാരണം നല്ല രീതിയിൽ ജലം അടിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് മലയാളികളെന്ന് ഓർത്താൽ മതി. അപ്പോൾ രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. അങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് കേട്ടോ. ജലവും അത് മധ്യമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളൂ. അപ്പോൾ കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. കാർബൺ ന്യൂട്രൽ പുരസ്കാരം നേടിയത് മീനങ്ങാടി വയനാട് കേട്ടോ. കാർബൺ ന്യൂട്രൽ, നമ്മൾ കാർബൺ കൂടുതൽ കിട്ടണമെങ്കിൽ മീൻ കുറേ കഴിച്ചാൽ മതി എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ കാർബൺ ന്യൂട്രലായിട്ടുള്ള കാർബൺ കിട്ടണമെങ്കിൽ മീൻ കഴിച്ചാൽ മതി. ഇപ്പോൾ കാർബൺ ന്യൂട്രൽ അവാർഡ് കിട്ടിയത് മീനങ്ങാടി വയനാടാണ് കേട്ടോ. അടുത്തത് KK ശൈലജ ടീച്ചറുടെ ആത്മകഥ ഏതാണ്? മൈ ലൈഫ് ആസ് എ കോമ്രേഡ് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലേ ഈ മന്ത്രിസഭയിലില്ല. ഇപ്പോൾ KK ശൈലജ അല്ലേ. KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് അല്ലേ. മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകരാണ്. പത്മാലക്ഷ്മിയാണ് കേട്ടോ. പത്മാലക്ഷ്മിയാണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. ഓക്കെ, നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് പേരിടുമ്പോഴത്തേക്ക് ഒരു പത്മത്തിൽ നിന്ന് വന്ന ലക്ഷ്മി ദേവിയെ പോലത്തെ ഒരു പേര് ഇടുമ്പോഴത്തേക്ക് അവർ സ്ട്രോങ് ആവും. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നുള്ളത് പത്മത്തിൽ നിന്ന് വരുന്ന അല്ലേ. പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ആണല്ലോ നമ്മൾ താമര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സങ്കല്പം തന്നെയാണല്ലോ. താമരപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരു മോശം സാഹചര്യത്തിൽ ആണ് ആ താമരപ്പൂ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് വെച്ചേക്കുന്നത്. അത്രയും ചെളിയിലൊക്കെ വളർന്നിട്ടും ആ ചെളിയുടെ ഒരു ഇതും ഇല്ലാതെ പുറത്തോട്ട് നല്ല ഭംഗിയിൽ വളർന്നു നിൽക്കുന്ന ഒരു പൂവാണ് താമരപ്പൂ അല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയ്ക്ക് പത്മലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു പേരുമായിട്ട് യോജിച്ച് നമുക്ക് ഇത് കൊടുക്കാം. ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ. ഓക്കെ, കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ. അടുത്ത് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ് കേട്ടോ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത്. ഓക്കെ, ഓണററി ഡോക്ടറേറ്റ് നേടിയ ആരാണ്? PT ഉഷ. അപ്പോൾ PT ഉഷ എന്ന് പറഞ്ഞ് എനിക്ക് ഡോക്ടറാകണമെന്ന് ചെന്ന് പറഞ്ഞു, PT ഉഷ ഓടിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഡോക്ടറാകണമെന്ന് പറഞ്ഞു. MBBS ഇല്ലല്ലോ, അപ്പോൾ ഡോക്ടറാകാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഓണററി ഡോക്ടറേറ്റ് ഓടി വന്നതല്ലേ, അപ്പോൾ ഒരു ഓണററി ഡോക്ടറേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റെസ്പെക്റ്റ് ആയിട്ട് പറയുമല്ല, നമ്മൾ കോഡുകളാണ് ഇതൊക്കെ കേട്ടോ. ഒരു കോഡുകളായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഓടിച്ചെന്നുകൊണ്ട് എന്ത് കൊടുത്തു? ഓണററി ഡോക്ടറേറ്റ് കൊടുത്തു. ആർക്ക്? കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ് കേട്ടോ. അപ്പം അടുത്തത് മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് പയ്യന്നൂരാണ് കേട്ടോ. മലബാറിലെ ആദ്യ ഫിഷറീസ് കോളേജ് എവിടെയാണ്? പയ്യന്നൂർ. മലബാറിൽ കൂടുതൽ പയ്യന്മാരാണ് എന്ന് ഓർത്താൽ മതി. മലബാറിൽ കൂടുതൽ പയ്യന്മാരാണ്. മലബാറിൽ മീൻ പിടിക്കാൻ പോകുന്ന ആരായിരിക്കും? പയ്യന്മാരായിരിക്കും. മീൻ പിടിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ആരായിരിക്കും? പയ്യന്മാരായിരിക്കും. അപ്പോൾ മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയായിരിക്കും? പയ്യന്നൂർ. മലബാറിൽ കൂടുതൽ പയ്യന്മാരാണ്. മലബാറിൽ മീൻ പിടിക്കാൻ പോകുന്ന പയ്യന്മാരാണ്. മീൻ പിടിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നത് പയ്യന്മാരാണ്. അപ്പോൾ ഫിഷറീസ് കോളേജ് എവിടെയാണ്? മലബാറിൽ പയ്യന്നൂർ. അങ്ങനെ ഒന്ന് പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. കോഡിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാരാണ്? അഭിലാഷ് ടോമിയാണ് കേട്ടോ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ്വഞ്ചി
ബയാനത്ത്. ഓക്കെ, പാൾവന്തി ബയാനത്ത്. അപ്പോൾ എന്താണ്, ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. ഓക്കെ, അപ്പോൾ സൗരയൂഥത്തിൽ, അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ ചൊവ്വ ഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറിലുള്ള 33928 എന്ന പേരിലുള്ള ചിഹ്നഗ്രഹത്തിന് അശ്വിൻ ശേഖറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ പേരാണ് ആ ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ചിഹ്നഗ്രഹത്തിന് പൊതുവെ ഓരോ വ്യക്തികളുടെ പേരൊക്കെയാണ് നൽകാറുള്ളത്. അപ്പോൾ സൗരയൂഥത്തിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹമായിട്ടുള്ള 33928 അശ്വിൻ ശേഖർ എന്ന് പറഞ്ഞ മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അശ്വിൻ ശേഖറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാൽ? കുടുംബശ്രീ 2023 ഏതാണ് സംസ്ഥാന കലോത്സവം എവിടെ വെച്ചാണ്? തൃശ്ശൂരാണ് കേട്ടോ. ഒന്നാമതെത്തിയത് കാസർഗോഡാണ്. അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിച്ച ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂർ. ഒന്നാമതെത്തിയത് കാസർഗോഡാണ് കേട്ടോ. അടുത്ത കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോശ്രീ കേട്ടോ. കുടുംബശ്രീയുടെ രജത ജൂബിലി എന്ന് പറഞ്ഞാൽ 25 വർഷമാണ് കേട്ടോ. രജത ജൂബിലി എന്ന് പറഞ്ഞാൽ സിൽവർ ജൂബിലി 25 വർഷം. ഓക്കെ, ഗോൾഡൻ ജൂബിലി എത്രയാണ്? 50 വർഷമാണ് കേട്ടോ. പ്ലാറ്റിനം ജൂബിലി എത്രയാണ്? പ്ലാറ്റിനം ജൂബിലി ഒന്ന് നോക്കണം കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ട്. 75ആണോ 60ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അറിയാവുന്നവരൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17 കേരളത്തിൽ കുടുംബശ്രീ ദിനം. മെയ് 17. ഓക്കെ, കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് 17. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്? 1998 മെയ് 17 കുടുംബശ്രീ വന്നിരിക്കുന്നത്. അപ്പോൾ കുടുംബശ്രീ ദിനം എന്നാണ് മെയ് 17. ഓക്കെ, അടുത്തത്, സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് നൽകുന്ന കെ ഫോൺ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ജൂൺ 5 കേട്ടോ. ഒരു പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. 2023 ജൂൺ 5 ഉദ്ഘാടനം ചെയ്തത്. കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ടും അതുപോലെ അത് കഴിഞ്ഞവരുള്ളവർക്ക് ദാരിദ്ര്യക്ക് മുകളിലുള്ളവർക്ക് മിതമായ നിരക്കിലും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2023 ജൂൺ 5. ഇപ്പോഴും അത് പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടില്ല. അതിൻ്റെ സ്റ്റേജുകളും കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡായിട്ട് വരും. അപ്പം 2023 ജൂൺ 5 എന്ത് വന്നിരിക്കുന്നത്? കെ ഫോൺ പദ്ധതി വന്നിരിക്കുന്നത്. അടുത്തത്, 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരെന്താണ്? 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസ സെബസ്ത്യാനി കേട്ടോ. തിരുനെല്ലിയിൽ കണ്ടെത്തിയ ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസെ സെബസ്ത്യാനി. ഇതൊന്ന് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേജ് എടുത്തിട്ട് 48ാമത്തെ മിനിറ്റ് റെക്കോർഡ് സെക്ഷൻ്റെ 48ാമത്തെ മിനിറ്റ് 48ാമത്തെ സെക്കൻഡ് എടുത്തിട്ട് നിങ്ങളിതൊന്ന് എഴുതിയെടുത്ത് വെക്കണം കേട്ടോ. ഡ്രാപ്പോസെ സെബസ്ത്യാനി കേട്ടോ. 2023 ജൂണിൽ തിരുനെല്ലിയുടെ കണ്ടെത്തിയ പുതിയ ചിലന്തിയുടെ പേരാണ് ഡ്രാപ്പോസെ സെബസ്ത്യാനി. ഇതേപോലെ തന്നെ പല ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ മറന്നു പോകില്ലെങ്കിൽ കാണുമ്പോഴും എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഡ്രാപ്പോസെ സെബസ്ത്യാനി 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ചിലന്തിയുടെ പേരാണ് കേട്ടോ. അടുത്തത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് ഏതാണ്? ഏത് സംസ്ഥാനമാണ് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത്? കേരളമാണ് കേട്ടോ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങുംമുകളാണ് കേട്ടോ. പുനലൂർ നഗരസഭയിലെ കലങ്ങുംമുകളാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. ഏതാണ്? കലങ്ങുംമുകളാണ്. ഓക്കെ, സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുംമുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുകൾ ഭാഗമൊക്കെ കലങ്ങിപ്പോകുന്ന വല്ല ഓർത്താൽ നമ്മുടെ വണ്ടിയുടെ മുകൾ ഭാഗം കലങ്ങിപ്പോകും. കലങ്ങുംമുകൾ അല്ലേ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. അതുകൊണ്ട് എന്താ ചെയ്ത് എല്ലാവരും കൂടി പോയി ഇൻഷുറൻസ് എടുത്ത് കലങ്ങുംമുകൾ അല്ലേ. ഇൻഷുറൻസ് മൊത്തം വാർഡിലുള്ളവരെല്ലാവരും പോയി എടുത്തു. കാര്യം എല്ലാവർക്കും വണ്ടിയുണ്ട് ആ വാർഡിൽ. അപ്പോൾ വണ്ടിയുടെ മുകൾ ഭാഗം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പോയി ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുംമുകൾ. എവിടെയാണ്? പുനലൂർ നഗരസഭയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ക്ലൂ ഇട്ട് ഓർത്ത് വെക്കുക. ഈ കറണ്ട് അഫയേഴ്സ് ക്ലൂ ഇട്ട് ഓർത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അടുത്തത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇ റൈറ്റ് കേരള കേട്ടോ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ
ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള കേട്ടോ. ഈറ്റ് റൈറ്റ്, നല്ല ഭക്ഷണം വേണമെങ്കിൽ ഈറ്റ് റൈറ്റ്, നല്ല രീതിയിൽ കഴിക്കണം, വെറുതെ കഴിക്കാനൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷൻ അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഓരോ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് തന്നിട്ട് ആരോഗ്യ കേരളം ഇല്ലെങ്കിൽ ഈ സഞ്ജീവനി എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. നമ്മുടെ ഇതെന്താണ്, ഭക്ഷ്യസുരക്ഷയുടെ മാനദണ്ഡങ്ങൾ, ഹോട്ടലിലെ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് ഭക്ഷ്യസുരക്ഷ ഈറ്റ് റൈറ്റ്, ആ പേര് തന്നെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ കഴിക്കുക, തെറ്റുവരുത്താതെ കഴിക്കുക, മോശം ഭക്ഷണം കഴിക്കാതിരിക്കുക, ഈറ്റ് റൈറ്റ് എന്നുള്ള പേരാണ് വരുന്നത്. വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ വരാൻ ചാൻസ് കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാം, KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം കേട്ടോ. അപ്പോൾ KSRTCയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക്, പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. ആ UITPയുടെ ആസ്ഥാനം ബെൽജിയത്തിലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്താ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാനെന്തായാലും പറയുന്നില്ല കാരണം. അപ്പോൾ KSRTCയിൽ വരുത്തിയ ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾക്ക് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇത്രയും ടഫായിട്ടുള്ള സാധനമാണ്, ഒരു ഡ്രൈ ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് പണ്ട് തൊട്ടേ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി, എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് എന്തുകൊണ്ടാണ് ആ ലോജിക്ക്? കറണ്ട് അഫയേഴ്സ് ഒരു 99% പേര് പോലും പഠിക്കത്തില്ല, 1% ആൾക്കാർ മാത്രമേ കറണ്ട് അഫയേഴ്സ് പഠിക്കത്തുള്ളൂ. കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിക്കത്തില്ലെന്നല്ല, 1% ആൾക്കാരെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുള്ളൂ. ആ ഒരു 1% ചിലപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു ആലപ്പുഴ ജില്ലയിൽ എക്സാം എഴുതുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ എക്സാം എഴുതുന്ന ഒരു 50 പേര് മാത്രമേ കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിച്ചിട്ട് പോകത്തുള്ളൂ. മാക്സിമം ഒരു 50 പേര് പോലും കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിക്കത്തില്ല. ഓക്കെ, അപ്പം 50 പേര് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു 50-ൽ പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 50 പേര് മാത്രമാണ്, മാക്സിമം 50 പേര് കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിക്കുള്ളൂ. ആ ഒരു 50 പേരിൽ നിങ്ങൾ പെടുമ്പോഴത്തേക്ക് ആ ഒരു കുറേ മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുവാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എക്സ്ട്രാ ആണ്. ബാക്കിയുള്ള GK ഫുള്ള് എല്ലാവരും ശരിയാക്കിയാലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് 15 എണ്ണോ 20 എണ്ണോ ചോദിച്ചു കഴിഞ്ഞാൽ 20 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്ന് വെച്ചോ. ഒന്ന് ചിന്തിച്ച് നോക്കി, 20 കറണ്ട് അഫയേഴ്സ് ചോദിച്ച് 20 നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ റാങ്ക്, നിങ്ങൾക്ക് ഓൾറെഡി റാങ്ക് ആയിക്കഴിഞ്ഞു അവിടെ. കറണ്ട് അഫയേഴ്സ് 20, 15 മാത്സ് ആയപ്പോൾ തന്നെ 35. ബാക്കിയുള്ള ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 50 എണ്ണം കിട്ടിയാൽ മതി GK എന്ന്. നിങ്ങൾക്ക് പിന്നെ 60-ൽ 50 കിട്ടിയാൽ മതി. 60-ൽ 45 എണ്ണം ഈസി ആയിട്ട് കിട്ടും. 60-ൽ 45 GK ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈസി ആയിരിക്കും, അത്രയ്ക്ക് ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള 5 എണ്ണം കൂടി കിട്ടിയാൽ മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് കേട്ടോ. അപ്പോൾ എത്ര ഡ്രൈ ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ പഠിക്കുക, അത് ഇൻട്രസ്റ്റിംഗ് ആക്കി പഠിക്കുക, കോഡിട്ട് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത്, എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? PS ശ്രീധരൻ പിള്ളയാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത്. PS ശ്രീധരൻ പിള്ളയാണ് എൻ്റെ പ്രിയ കഥകൾ. എൻ്റെ പ്രിയ കഥകൾ ആരാണ് എഴുതിയത്? PS ശ്രീധരൻ പിള്ള. ഓക്കെ, ശ്രീധരൻ പിള്ളയാണ് എൻ്റെ പ്രിയ കഥകൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ അടുത്തത്, കാലശാസനങ്ങൾ കീഴടക്കാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചതാരാണ്? ചെറായി രാമദാസാണ്. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ, അത് എഴുതിയതാരാണ്? ചെറായി രാമദാസാണ് കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെക്കാമെങ്കിൽ ഓർത്ത് വെക്കുക, ഇല്ലെങ്കിൽ മറന്നു കളയാം ഇതൊക്കെ. കാര്യം ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ചടങ്ങല്ല. നിങ്ങൾക്ക് ഓർത്ത് വെക്കാമെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ഓർത്ത് വെക്കുക, കാര്യം ടഫാണ്. കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എഴുതിയവരാണ്? ചെറായി രാമദാസാണ്. ഓക്കെ, അടുത്തത്, ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. ഓക്കെ, വളരെ വേഗം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് 2018 കേട്ടോ. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതാണ്? കോട്ടയമാണ് കേട്ടോ. ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതാണ്? കോട്ടയമാണ്. അടുത്തതും, കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ് കേട്ടോ. അപ്പോൾ കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാറിലാണ് കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാർ. അപ്പോൾ APJ അബ്ദുൽ കലാം പോലെയുള്ള
വളരെ പ്രശസ്തമായിട്ട് ഒരാളുടെ പേരിൽ മ്യൂസിയമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കവടിയൊക്കെ നിരത്തി, ജോത്സ്യനെ കൊണ്ടുവന്ന് കവടിയൊക്കെ നിരത്തിയിട്ടേ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്ന എവിടെയാണ്? കവടിയാറിലാണ് കേട്ടോ. അപ്പോൾ കവടി നിരത്തിയിട്ടൊക്കെ നമ്മൾ മ്യൂസിയം തുടങ്ങിയെന്ന് ഓർത്താൽ കാര്യം APJ അബ്ദുൽ കലാമിനോട് റെസ്പെക്റ്റ് കാരണം കവടി നിരത്തിയിട്ട് തുടങ്ങി, അങ്ങനെ വല്ല ഓർത്താൽ മതി. അപ്പോൾ കവടിയാർ, ഓക്കെ. എത്രയാണ്? 6 കവടി നിരത്തിയെന്നോ അങ്ങനെ വല്ല ഓർത്താൽ 6 കവടി നിരത്തിയിട്ടാണ് തുടങ്ങിയത്, ഒരു കവടിയൊന്നും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വല്ല ഓർക്കുക. അപ്പോൾ ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലോട്ട് മൊഴി മാറ്റിയത്. എന്ത് കറണ്ടാണല്ലേ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ ഒരു 0 മാറ്റിയിട്ട് എങ്ങോട്ട് മാറ്റി? കന്നഡയിലോട്ട് മാറ്റി അല്ലേ. ഡോക്ടർ സുഷമ ശങ്കറാണ് കേട്ടോ. ഡോക്ടർ സുഷമ ശങ്കറാണ് കേട്ടോ. സൂക്ഷ്മമായിട്ടുള്ളൊരു പരിപാടിയല്ലേ അക്ഷരത്തിൻ്റെ മാറ്റുന്നത്. അക്ഷരം എന്നുള്ള സാധനത്തിൻ്റെ ഈ അമ്മ മാറ്റിയിട്ട് അക്ഷരം എന്നാക്കി. അതൊരു സൂക്ഷ്മമായിട്ടുള്ള കാര്യം. ആ അക്ഷരത്തിൻ്റെ ആ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ സുഷമ ശങ്കർ അങ്ങനെ കിട്ടുമല്ലോ. അക്ഷരം എന്നുള്ളത് അക്ഷര എന്നാക്കി. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. നമ്മുടെ PSC ബുള്ളറ്റിനാണ്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ അതേപടി ചോദിക്കും. അക്ഷരമുള്ളതിൻ്റെ ഈ സാധനം മാറ്റുക എന്ന് സൂക്ഷ്മമായിട്ട് എടുത്ത് മാറ്റണം അല്ലേ. അപ്പോൾ ആരാണ്? സുഷമ ശങ്കറാണ് കേട്ടോ. അപ്പോൾ സുഷമ ശങ്കറാണ് ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലോട്ട് മൊഴി മാറ്റിയത്. ഓക്കെ.